ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നമാണ്. അവൾക്ക് ഭർത്താവ് നാട്ടിലില്ല. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊറ്റക്കാണ്. മൊബൈലിൽ എന്ത് ചെയ്യാണ്, അനാവശ്യമായ കാര്യങ്ങൾ കാണുകയാണെന്നാണ്. അപ്പോൾ ഡ്രാമ പോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പിന്നീട് കുറ്റബോധം തോന്നിയിട്ട് കരയും. പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഇതന്നെയാണ് അവസ്ഥ. ഭർത്താവ് വിളിക്കുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോണ് അകലത്തിൽ വെച്ച് മാറ്റി വെക്കാനും പറ്റണില്ല എന്നതാണ് അവരൊരു പ്രശ്നം പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തൊരു തെറ്റ് നമ്മൾ ചെയ്താലും ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. അതെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തെറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാരണങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് ടെൻഷൻ. ഇപ്പോൾ ഭർത്താവ് വീട്ടിലില്ല, ആരും വീട്ടിലില്ല. അപ്പോൾ സ്വാഭാവികമായും അവനവൻ്റെ ഒരു മനസ്സിൻ്റെ ഏകാന്തത, ഒറ്റപ്പെടൽ, വിഷമം. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്താണ്, നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തും. അതിന് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഇതായി പോകുന്നതാണ് തെറ്റുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. പൊതുവേ ഇത്തരം തെറ്റായ കാര്യങ്ങളുമായി നമ്മുടെ മനസ്സ് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് പോരൽ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തീരുമാനിക്കുക. കാരണം അള്ളാഹു നമ്മളെ കാണുകയാണല്ലോ, പടച്ചോൻ നമ്മളെ കാണുകയാണല്ലോ. നിങ്ങളും ആ ഫോണും ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ മറിയുന്ന ഓരോ ചിത്രങ്ങളും അള്ളാഹു കാണുന്നുണ്ട്. ആ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നാളെ എന്ത് ചെയ്യേണ്ടത്, വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടത്. മാത്രമല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു കാര്യവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യം നടക്കണമെങ്കിലും നമുക്ക് അള്ളാഹിൻ്റെ സഹായം വേണം. അപ്പോൾ ഇയ്യാക്ക നസ്തഈൻ എന്നല്ല നമ്മൾ പറയാം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോൾ എല്ലാ സഹായങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സഹോദരി അവരുടെ ആരോഗ്യം, അവരുടെ ജീവിതം, അവരുടെ ഭാവി, അവരുടെ മക്കൾ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം അള്ളാഹിൻ്റെ ഒരു തൗഫീക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിലായിരിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കല്ലേ അള്ളാഹു ഒരു ഗുരുത്വം കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കുറ്റബോധം കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, ഒരു സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക. എന്നിട്ടെന്താണ്, ഇതിനെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ദീനി നിലവാരം ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ ദീനിൻ്റെ നിലവാരം നമ്മൾ എന്ത് ചെയ്യുക, വസുലഹ എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഒന്നുകൂടി നന്നായി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ ഈ തെറ്റ് പോലും ഒരു പക്ഷേ നാളെ അനുകൂലമായൊരു കാര്യമായി പരിവർത്തിച്ചേക്കാം. അതുകൊണ്ട് ഇനിയൊരു അവസരത്തിന് കാത്തു നിൽക്കാതെ ഒരു മാറ്റത്തെക്കുറിച്ച് ആ സഹോദരി ചിന്തിക്കണം. അള്ളാഹുവോട് ആത്മാർത്ഥമായി ഹിദായത്തിന് ചോദിക്കണം, പാപമോചനത്തിന് ചോദിക്കണം. ഒരു നല്ല മാറ്റം അവർക്ക് സാധ്യമാവട്ടെ. ആമീൻ.